ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൃശ്യം 3 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 10 ദിവസമാണ് പിന്നിടുന്നത്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള കേരള വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 4,27,00,000 രൂപയായിരുന്നു. അങ്ങനെ 9 ദിവസം കൊണ്ട് 67,02,00,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. 8ാം ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി 11,60,00,000 കളക്ട് ചെയ്ത് 197 കോടി രൂപയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ 9ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി 7,70,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 204,50,00,000 രൂപയാണ്. ഇനി 10ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് 72 കോടി രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 212 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി 300 കോടി ക്ലബിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രത്തിന്റെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഈ സിനിമ 15 ദിവസം കൊണ്ട് 143 കോടി 42 ലക്ഷം രൂപയും കർണാടകയിൽ 22 കോടി 32 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 32 കോടി 99, കേരളത്തിൽ 13 കോടി 65, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 10 എന്നിങ്ങനെ 215 കോടി 48 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $7.84 മില്യൺ, അതായത് 75 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 290 കോടി 48 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നലെ സിനിമയുടെ അണിയറ പ്രവർത്തകർ 300 കോടി പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇനി 16ാം ദിവസമായ 3ാമത്തെ ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നത് 4-4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 16 ദിവസം കൊണ്ട് 148 കോടി റേഞ്ചിലാണ് തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 16 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 220 കോടിക്ക് മുകളിലുമാണ്. 16 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 296 കോടിക്ക് മുകളിലുമാണ്. അപ്പോൾ നാളെ ഞായറാഴ്ചയോടെ മാത്രമേ ഈ സിനിമ 300 കോടി ക്ലബിൽ എത്തപ്പെടുകയുള്ളൂ. പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 28 ഈദ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കാട്ടാളൻ. ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററെത്തിയ ഈ സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ, സുനിൽ കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, തുഷാര വിജയൻ, ഹനൻ ഷാ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി 39 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 3ാം ദിവസം ഇന്ന് ശനിയാഴ്ചയും 1 കോടിക്ക് താഴെ തന്നെയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 5 കോടി 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 40 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15-16 കോടി റേഞ്ചിലാണ്. ഡിയോൾ ബാൻഡിറ്റ് 2 എന്ന മറാഠി സിനിമയുടെ 9 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം 39 കോടി 77 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 40 കോടി 80 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഓവർസീസ് റിലീസ് പൂർത്തിയായിട്ടില്ല. അതേസമയം 9 കോടി 80 ലക്ഷം മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് 20 കോടി 17 ലക്ഷം രൂപ ഷെയറായി മാത്രം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബഡ്ജറ്റ് ലെവൽ പ്രോഫിറ്റ് മാത്രം 10 കോടി 37 ലക്ഷം രൂപയാണ് 9 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 16 ദിവസം കൊണ്ട് കേരളത്തിൽ 34 കോടി 87 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 70-75 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 35 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ 17 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 66 കോടി 50 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.